സ്റ്റാർട്ട് ചെയ്യാം. ഇനി ആരും ജോയിൻ ചെയ്യില്ലാന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് തിയറി പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഏത് വരെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻ ഏതായിരുന്നു? മുർഷിദ, വെബ് സർവീസസ് ആണെന്ന് തോന്നുന്നു അല്ലെ? അതെ, വെബ് സർവീസ്. അതെ. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് റെസ്റ്റ് API നോക്കാം. റെസ്റ്റ് API ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെസ്റ്റ് APIയിലെ മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് റെസ്റ്റ് API യൂസ് ചെയ്യാനായിട്ട് റെസ്റ്റ് APIയിൽ നമ്മൾ ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിലും വൺ ഓഫ് ദീസ് മെത്തേഡ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. കുറച്ച് സെറ്റ് ഓഫ് മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെസ്റ്റ് APIയില് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക. അപ്പൊ നമ്മള് നമ്മളുടെ ബ്രൗസറിൽ കയറിയിട്ട് ബ്രൗസറിൽ പോയിട്ട് ഒരു സൈറ്റ് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതൊരു കൈൻഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. ഇനി അതിന് നമ്മളൊരു ഡാറ്റ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. അത് വേറൊരു കൈൻഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. അങ്ങനെ എല്ലാം ഓരോ ഓപ്പറേഷൻസ് ആണ്. നമുക്ക് 4 മെത്തേഡ്സ് ഉണ്ട്. ഇഷ്ടംപോലെ മെത്തേഡ്സ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മെത്തേഡ്സ് പറയാം. ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ആയിരിക്കും, ഏതെങ്കിലും ഒരു മെത്തേഡ് ആയിരിക്കും ഈ റെസ്റ്റിൽ നമ്മൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന കോൾ ആവുന്നത്. നമ്മൾ ഒരു സൈറ്റിൽ കയറിയിട്ട് ഒരു ഡാറ്റ ഫെച്ച് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഗെറ്റ് ആണ് വർക്ക് ആവുക. ഇപ്പൊ നമുക്കൊരു ഒരാളുടെ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഡാറ്റാബേസിലോട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പുട്ടാണ് നമുക്ക് വർക്ക് ആവേണ്ടത്. ഇനി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റനെ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുട്ടാണ് യൂസ് ചെയ്യുക. പോസ്റ്റ് ഡാറ്റ ആഡ് ചെയ്യാൻ, ഏതെങ്കിലും ഒരു ഡാറ്റ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ മെത്തേഡ്സ് കൂടെ മാത്രമാണ് നമുക്ക് APIനെ വാലിഡേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും, വെബിൽ നമ്മൾ എന്ത് ചെയ്താലും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഈ ഒരു ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ആയിരിക്കും കോൾ ആവുന്നത്. ഇതിനെ HTTP മെത്തേഡ്സ് അല്ലെങ്കിൽ റെസ്റ്റ് API മെത്തേഡ്സ് എന്നാണ് പറയാ. ഈ മെത്തേഡ്സ് എല്ലാം ഡേറ്റാബേസിലാണ് ചെയ്യുന്നത്. ഡേറ്റാബേസിലെ ഡേറ്റ വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ അതെ. ഹലോ, ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഇന്ന് അമൃത ആബ്സെന്റ് ആയിരിക്കും. ഒന്ന് റെക്കോർഡ് ചെയ്യണേന്ന് പറഞ്ഞായിരുന്നു. റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇട്ടതുപോലെ ഇന്നും ഇടാം. ഓക്കെ ഓക്കെ. പോസ്റ്റ്മാൻ എല്ലാരും ഡൗൺലോഡ് ചെയ്തായിരുന്നോ? ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ പവർ സപ്ലൈ ഇല്ല, അതുകൊണ്ട് ഫോണിലാണ് ചെയ്ത് നോക്കുന്നത്. ആണോ? കുഴപ്പമില്ല.
ഗെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡാറ്റേനെ റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പുതിയ ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റേനെ അപ്ഡേറ്റ് ചെയ്യാണ്. ലൈക്ക് ഇപ്പൊ നമ്മളുടെ ഒരാളുടെ നെയിമും ഏജും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്ന് വിചാരിക്കാം. അതില് നെയിമിന്റെ കൂടെ മിഡിൽ നെയിമും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമുക്ക് പുട്ട് യൂസ് ചെയ്യാം. API വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യണം. എങ്ങനെയാണ് APIയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ഈ ഏതെങ്കിലും ഒരു മെത്തേഡ്സ് യൂസ് ചെയ്ത് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അത് APIയിൽ ചെന്നിട്ട് API അതിന് റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യും. ആ റെസ്പോൺസ് ആണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് API ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം തിയറി പാർട്ട് അറിയേണ്ടത് പേലോഡ് എന്താണെന്നാണ്. പേലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി സം ഡാറ്റ എന്നാണ് പറയാ. രണ്ട് ടൈപ്പ് ഓഫ് പേലോഡ് ഉണ്ട്. റിക്വസ്റ്റ് പേലോഡ് ഉണ്ട്, റെസ്പോൺസ് പേലോഡ് ഉണ്ട്. റിക്വസ്റ്റ് പേലോഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു റിക്വസ്റ്റ് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് റിക്വസ്റ്റ് പേലോഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ആളുടെ ഡീറ്റെയിൽസ് ഡാറ്റാബേസിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണം. റിക്വസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഗെറ്റ് ആണ് കൊടുക്കേണ്ടത്, അതാണ് റിക്വസ്റ്റ്. ആ റിക്വസ്റ്റ് അല്ല, പോസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ആ റിക്വസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അത് എവിടുന്നാ കൊടുക്കുക? റിക്വസ്റ്റ് പേലോഡിലാണ് കൊടുക്കുക. ഈ റെസ്പോൺസ് പേലോഡ് ഉണ്ട്. റെസ്പോൺസ് പേലോഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഗെറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഡാറ്റ റിസീവ് ചെയ്യില്ലേ? ഇപ്പൊ നമ്മൾ ഒരാളുടെ ഡീറ്റെയിൽസ് ഗെറ്റ് ചെയ്യാനാണ് കൊടുക്കുന്നത്. ആളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് റെസ്പോൺസ് ആയിട്ട് വരിക, അല്ലെ? അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ റെസ്പോൺസ് ആയിട്ട് ഓക്കെ ഇത് പോസ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് റെസ്പോൺസിന്റെ കൂടെ നമുക്ക് ഡാറ്റ കുറച്ച് വരും. അപ്പൊ അതിനെയാണ് നമ്മൾ റെസ്പോൺസ് പേലോഡ് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ കാണാൻ പറ്റും. പോസ്റ്റ്മാനിൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ തിയറി ഒക്കെ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. റെസ്പോൺസ് പേലോഡ് ഒന്നുകൂടെ പറയുമോ? ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗെറ്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. പോസ്റ്റ്മാനില് നമ്മളൊരു ഗെറ്റ് മെത്തേഡ് കൊടുക്കുകയാണ്. ഒരാളുടെ ID കൊടുത്തിട്ട് ഈ IDയിലുള്ള ആളുടെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തെടുക്കാൻ പറഞ്ഞ് കൊടുക്കുവാണ്. അപ്പൊ നമുക്ക് റെസ്പോൺസ് എന്താ റിസീവ് ചെയ്യാം? അയാൾ ഉണ്ടെങ്കിൽ അയാളുടെ ഡാറ്റ റിസീവ് ചെയ്യും. അപ്പൊ നമുക്ക് റെസ്പോൺസിൽ റിട്രീവ് ചെയ്തേക്ക് കിട്ടിയേക്കുന്ന ഡാറ്റ ആണ് റെസ്പോൺസ് പേലോഡ്. ഓക്കെ. റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഗെറ്റ് പുട്ട് പാച്ചിൽ പറയുന്നത് അതാണ് റിക്വസ്റ്റ് പേലോഡ് പറയുന്നത് അല്ല, ഗെറ്റ് പുട്ട് പേസ്റ്റ് ഡിലീറ്റ് ഒക്കെ മെത്തേഡ്സ് ആണ്. എന്നുവെച്ചാൽ റിക്വസ്റ്റ് നമ്മൾ പാസ് ചെയ്യുന്നതാണ്. റിക്വസ്റ്റ് ആണത്. അതെ അതെ, അത് റിക്വസ്റ്റ് പേലോഡ് അല്ല, അത് പേലോഡ് അല്ല. പേലോഡ് അല്ല. പേലോഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ റിക്വസ്റ്റിന്റെ കൂടെ ഒരു ഡാറ്റ പാസ് ചെയ്യും. ഇപ്പൊ നമുക്ക് ഒരാളുടെ ഡീറ്റെയിൽസ് ആണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഗെറ്റിന്റെ കൂടെ പാസ് ചെയ്ത് കൊടുക്കില്ലേ? ആ
ഡാറ്റേനെയാണ് നമ്മൾ റിക്വസ്റ്റ് പേലോഡ് എന്ന് പറയാ. റെസ്പോൺസ് റിസീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡാറ്റേനെ നമ്മൾ റെസ്പോൺസ് പേലോഡ് എന്ന് പറയും. ഓക്കെ. ഈ ഗെറ്റ് പുട്ട് പോസ്റ്റ് ഡിലീറ്റ് ഒക്കെ റിക്വസ്റ്റ് ആണ്. ഗെറ്റ് റിക്വസ്റ്റ്, പോസ്റ്റ് റിക്വസ്റ്റ്, പുട്ട് റിക്വസ്റ്റ്, ഡിലീറ്റ് റിക്വസ്റ്റ് ഇതൊക്കെ റിക്വസ്റ്റുകളാണ്. റിക്വസ്റ്റിന്റെ കൂടെ പാസ് ചെയ്യുന്ന ഡാറ്റ റിക്വസ്റ്റ് പേലോഡ്, റെസ്പോൺസിന്റെ കൂടെ റിസീവ് ചെയ്യുന്ന ഡാറ്റ റെസ്പോൺസ് പേലോഡ്. ഓക്കെ. നമ്മളിപ്പോ URL കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നോക്കാം. അതുകൊണ്ട് നമുക്കിപ്പോ ഒരു ഇത് നോക്കാം. ഇപ്പൊ നമ്മള് ഫ്ലൈറ്റ് ബുക്കിംഗ് ആപ്ലിക്കേഷൻ എടുക്കാണ്, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ്. അതിനകത്ത് നമ്മള് ഫ്ലൈറ്റിന്റെ നെയിം ബുക്ക് ചെയ്യുമ്പോ ഫ്ലൈറ്റിന്റെ നെയിം, സോഴ്സ് ഡീറ്റെയിൽസ്, ഡെസ്റ്റിനേഷൻ സോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. ഇതാണ് റിക്വസ്റ്റ് പേലോഡ്. നമ്മുടെ റിക്വസ്റ്റ് കൊടുക്കുന്നതിന്റെ കൂടെ നമ്മൾ പാസ് ചെയ്യുന്ന ഡീറ്റെയിൽസ്. എന്നിട്ട് നമുക്ക് തിരിച്ച് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടത്തില്ലേ, ലൈക് ഫ്ലൈറ്റ് നെയിം, സീറ്റ് അവൈലബിൾ, ഡേറ്റ് അവൈലബിലിറ്റി, അതൊക്കെ. അതാണ് റെസ്പോൺസ് പേലോഡ്. പിന്നെ നമുക്കറിയേണ്ട വേറൊരു തിയറിയെ ചോദിച്ചു കഴിഞ്ഞാല്, തിയറി അല്ലാതെ നമുക്ക് എന്താണ് URL എന്ന് അറിയണം. ഈ റിക്വസ്റ്റ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ, ഈ ഗെറ്റ് റിക്വസ്റ്റും പോസ്റ്റ് റിക്വസ്റ്റ് ഒക്കെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു URL കൂടെ പ്രൊവൈഡ് ചെയ്യണം. എന്നുവെച്ചാൽ ഡാറ്റ ഇരിക്കുന്നതിന്റെ കംപ്ലീറ്റ് അഡ്രസ്സും കൂടെ പ്രൊവൈഡ് ചെയ്യണം. URL എന്ന് വെച്ച് കഴിഞ്ഞാല് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് ഫുൾ ഫോം. അതായത് നമ്മളിപ്പോ ഒരു വെബ് ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വെബിന്റെ URL അല്ലേ അവിടെ കൊടുക്കണ്ടേ, ആ ആപ്ലിക്കേഷന്റെ വെബ് URL അല്ലേ? അതെ. പക്ഷെ നമുക്ക് ഈ API ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡെവലപ്പർ സൈഡിൽ നിന്ന് നമുക്ക് സ്വാഗർ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് പ്രൊവൈഡ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അതിനെ പറ്റിയിട്ട് അറിയായിരിക്കും. അപ്പോൾ ആ ഡോക്യുമെന്റിൽ ഉണ്ടാവും നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട URL-ഉം കാര്യങ്ങളൊക്കെ. URL-ഉം പാസ് ചെയ്യേണ്ട റിക്വസ്റ്റ് ബോഡിയും എന്തൊക്കെയാണ് നമുക്ക് തിരിച്ചു കിട്ടേണ്ട റെസ്പോൺസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ സ്വാഗർ ഡോക്യുമെന്റിൽ ഉണ്ടാവും. അതിൽ നിന്നാണ് നമ്മൾ URL എടുത്ത് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ. എനിക്ക് വന്നൊരു വേറൊരു ഡൗട്ട്. നമ്മൾ DB ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ടൂൾ MySQL ഒക്കെ വെച്ച് ചെയ്യില്ലേ, അവിടെ നമ്മൾ ഈ ഡേറ്റാബേസിലെ ഡേറ്റാസിനെ അല്ലേ നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു, അതൊക്കെ ചെയ്യുന്നേ. അപ്പൊ MySQL ചെയ്യുന്നത് ഒരേപോലെ എനിക്ക് തോന്നി. നമ്മൾ പോസ്റ്റ്മാൻ അതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാറ്. എന്തായിരുന്നു ഡൗട്ട്, ഒന്നുകൂടെ പറഞ്ഞേ. അതായത് നമ്മൾ ഡേറ്റാബേസ് ടെസ്റ്റിംഗ് ചെയ്യില്ലേ, ഇപ്പൊ MySQL ഏതെങ്കിലും ടൂൾ യൂസ് ചെയ്ത്, അപ്പൊ അവിടെയും നമ്മൾ ഡേറ്റാബേസിലെ ഡേറ്റ വന്നിട്ടുണ്ടോ, ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ, ഡിലീറ്റ്, ഇതൊക്കെ തന്നെയാണ് നമ്മൾ അവിടെയും ചെയ്യുന്നത്. അപ്പം അതും ഇവിടെ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് തമ്മിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇത് മാത്രല്ല ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന റെസ്പോൺസിന്റെ കണ്ടന്റ്, ഇപ്പൊ റെസ്പോൺസ് എത്ര ടൈമിൽ റിസീവ് ചെയ്യുന്നുണ്ട്, റെസ്പോൺസിന്റെ ബോഡിയിൽ എന്തൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ റെസ്പോൺസിന് ഇങ്ങനെ ഒരു സ്കീം ഉണ്ടാവും, ലൈക്ക് ഇന്ന ഓർഡറിലാണ് ഇത് വരേണ്ടത്, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ഡീറ്റെയിൽസ് ഉണ്ടാവില്ലേ, അതൊക്കെ വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ലൈക്ക് അങ്ങനെ തന്നെയാണോ വരുന്നത്, അത് മാനുവലി നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ജാവാ സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ട് ചെക്ക് ചെയ്യുവാണ്.
ഇപ്പൊ ഡാറ്റാബേസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നതും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. ഓക്കെ. ഇപ്പോ നമുക്കിപ്പോ ചില സമയത്ത് ഒരു വെബ്സൈറ്റ് ഒക്കെ കയറുമ്പോൾ നമുക്ക് 404 പേജ് നോട്ട് ഫൗണ്ട്, ഇന്റേണൽ എറർ ഇതൊക്കെ അടിക്കാറില്ലേ? ആ അപ്പൊ ഇതേപോലെ നമുക്ക് പേജ് സക്സസ്ഫുൾ ആണെങ്കിൽ സ്റ്റാറ്റസ് കോഡ് 200 ഒക്കെ വരും. അപ്പൊ സ്റ്റാറ്റസ് കോഡ് 200 ആണോ വരുന്നത്? ലൈക്ക് ഈ നമ്മളിപ്പോ കൊടുക്കുമ്പോ API ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ട 3 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്ത് കൈൻഡ് ഓഫ് റിക്വസ്റ്റ് ആണ്, എന്ത് കൈൻഡ് ഓഫ് റെസ്പോൺസ് ആണ്, എന്താണ് നമുക്ക് കണ്ടന്റ് ഓഫ് ദ ടെസ്റ്റ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്താണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന റെസ്പോൺസ് തന്നെയാണോ റിസീവ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. വ്യത്യാസമുണ്ട് അതിന്. ഓക്കെ. ഒരു URL കാണിച്ചു തരാം, അതിനകത്ത് എന്തൊക്കെ പാർട്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു API എടുത്തിട്ട് അതിൽ ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. നമുക്കിപ്പോ നമ്മൾ പോസ്റ്റ്മാനിൽ ചെയ്യുന്നതിന് പകരം നമുക്ക് കുറെ ഡെമോ API സൈറ്റ്സ് ഉണ്ട്, ലൈക്ക് request.in എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ API സൈറ്റ്സിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഗെറ്റും പുട്ടും പോസ്റ്റ് ഒക്കെ കൊടുത്ത് നോക്കാം. ഈ സൈറ്റ് കിട്ടുന്നില്ല. ലോഗിൻ ചെയ്ത് കൊടുക്കാം. ലോഗിൻ ചെയ്യാതെ എന്റെ വേറൊരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റ് ഒന്ന് നോക്കട്ടെ. ഇതിനകത്ത് ഇപ്പൊ കിട്ടുന്നില്ല ഫ്രീ ആയിട്ട്. വേറൊരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റ് ഒന്ന് നോക്കിയിട്ട് ഇപ്പൊ പറയാം കേട്ടോ. ഓക്കെ. നിങ്ങൾ എല്ലാവരും പോസ്റ്റ്മാൻ ഡൗൺലോഡ് ചെയ്തോ? ഞാൻ ചെയ്തു. ഡൗൺലോഡ് ചെയ്തു. ചെയ്തു. ഇനി നമുക്ക് പോസ്റ്റ്മാനിൽ ചെയ്ത് തുടങ്ങാം. KKPSൽ ചെയ്യണ്ട. ആരെങ്കിലും ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യാമോ? പോസ്റ്റ്മാൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്കൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്താലാണ് അതിന്റെ അകത്ത് നമുക്ക് ഈ റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. വർക്ക് സ്പേസിന്റെ അകത്താണ് നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് കേസസും ഇൻഫോർമേഷൻസും. എന്ത് ടാസ്ക് നമ്മൾ പോസ്റ്റ്മാൻ ചെയ്താലും വർക്ക് സ്പേസിലാണ് അത് പോയിട്ട് സേവ് ആവാം. അപ്പൊ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് നമ്മൾ പോസ്റ്റ്മാൻ എടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ വർക്ക് സ്പേസിന്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴോട്ടുള്ളത് ക്രിയേറ്റ് വർക്ക് സ്പേസ് കൊടുത്തേ ഒരു വർക്ക് സ്പേസിന്റെ പേര് കൊടുക്കുക. എങ്ങനെ കൊടുക്കുക? വർക്ക് സ്പേസ് 1 എന്നോ API ടെസ്റ്റിംഗ് എന്നോ
ഇനി ക്രിയേറ്റ് വർക്ക് സ്പേസ് കൊടുത്തോ. നമ്മൾ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തു. വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വർക്ക് സ്പേസിന്റെ ഇവിടെ ആ വർക്ക് സ്പേസ് API ടെസ്റ്റിംഗ് എന്നില്ലേ, അവിടെ ഒന്ന് മൗസ് ഓവർ ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്ത് അങ്ങനെ നമുക്ക് നെയിം ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് നെയിം എന്നുള്ള ഓപ്ഷനും ഉണ്ടാവും. അങ്ങനെ നമുക്ക് വർക്ക് സ്പേസിന്റെ നെയിം വേണമെങ്കിൽ ചേഞ്ച് ചെയ്താൽ മതി, ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി അടുത്ത വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് സ്പേസ് നമ്മൾ ജാവയിൽ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ്. അടുത്തത് നമ്മൾ പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ടെസ്റ്റ് കേസസും HTTP റിക്വസ്റ്റ് ഒക്കെ നമ്മൾ ഈ കളക്ഷനിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ഒരു സിമിലർ കൈൻഡ് ഓഫ് ടെസ്റ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കളക്ഷനിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു സബ് ഫോൾഡർ പോലെ നമുക്ക് ഈ കളക്ഷനിൽ നമുക്ക് കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് സ്പേസിന്റെ റൈറ്റ് ഈ 3 ഡോട്ട്സ് ഒന്ന് സെലക്ട് ചെയ്ത് സൈഡിലെ വർക്ക് സ്പേസ് API ടെസ്റ്റിംഗിന്റെ അവിടെ API ടെസ്റ്റിംഗ് ഒന്ന് എടുത്ത് അതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓക്കെ, ഇവിടെ ഈ ഒരു കളക്ഷൻ മാത്രമേ ഉള്ളൂ, അല്ല ഈ ഒരു വർക്ക് സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ കളക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കളക്ഷൻസ് ഒന്നുമില്ല, ടാക്ക് കൊടുത്ത് ആ വർക്ക് സ്പേസ് എടുത്ത് ഹോം എടുത്ത് ഹോം എടുത്തേക്കില്ല, കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാതെ പറ്റില്ല. ഈ വർക്ക് ഇവിടെ ക്രിയേറ്റ് കളക്ഷൻ ബട്ടൺ ക്രിയേറ്റ് കളക്ഷൻ കൊടുത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പോസ്റ്റ്മാൻ നമ്മൾ ഓരോ തവണ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ UI ചേഞ്ചസ് വരും. ഇപ്പൊ എന്റെ ഇരിക്കുന്ന UI അല്ല നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാ ക്രിയേറ്റ് കളക്ഷൻ കൊടുത്തേ. കളക്ഷൻ ഒരു പേര് കൊടുക്കുക. ഹലോ, സോറി. അപ്പൊ നമ്മൾ കളക്ഷന് പേര് കൊടുത്തു. ഇനി കളക്ഷന്റെ അകത്താണ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. ഇവിടെ ഇനി ഒരു ആഡ് റിക്വസ്റ്റ് കൊടുത്തേ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇവിടെ കളക്ഷനിൽ നമ്മൾ കൊടുക്കുന്നതാണോ നമ്മുടെ ടെസ്റ്റ് കേസ് പോലെ വരുന്നത്? ടെസ്റ്റ് കേസ് അല്ല, കളക്ഷന്റെ അകത്താണ് നമ്മൾ റിക്വസ്റ്റ് പാസ് ചെയ്യുന്നത്. ഇപ്പൊ ഗെറ്റ്, പുട്ട്, പോസ്റ്റ്, ഡിലീറ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ പാസ് ചെയ്യുന്നത് കളക്ഷന്റെ അകത്താണ്. ഇവിടെ ഒരു ആഡ് റിക്വസ്റ്റ് കൊടുക്കാമോ? ഇവിടെ this collection is empty, add a request to start working. ഈ റിക്വസ്റ്റിന്റെ അകത്ത് റിക്വസ്റ്റിന് ഒരു പേര് കൊടുത്തേ. ഗെറ്റ് എന്ന് കൊടുത്തോ, ഗെറ്റ് റിക്വസ്റ്റ് എന്ന് കൊടുത്തോ. എന്നിട്ട് ഒരു 2 minutes കേട്ടോ, എനിക്ക് ഒന്ന് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യണമായിരുന്നു. ദാറ്റ്സ് ഓക്കെ? കുഴപ്പമില്ലല്ലോ. താങ്ക് യു. സോ 2 minutes. ആദില,
അതിന് ആ കേൾക്കാവോ? ആ പറയാം ആദ്യം ആദ്യം ഫസ്റ്റ് API ടെസ്റ്റിംഗ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് കളക്ഷൻ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതാ? അല്ലല്ല, വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടെ കണ്ടോ പുതിയ ഒരു വർക്ക് കളക്ഷൻ. സ്പേസിൽ ഇവിടെ ലെഫ്റ്റിലല്ല കളക്ഷൻ വന്നിട്ട് താഴെ ക്രിയേറ്റ് ഓർ ന്യൂ കളക്ഷൻ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് ഫസ്റ്റ് API എന്ന് പറയുന്ന ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്തത്. എന്ത് എന്നിട്ട് പറ്റി? ഓ ആ പറഞ്ഞു കൊടുക്കാവോ? കളക്ഷനിലുള്ളിലാണ് നമ്മളിപ്പോ ഒരു ഗെറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ ഓക്കെ. ഞാൻ ആദ്യം മുമ്പ് ചെയ്തായിരുന്നു, അതുകൊണ്ട് UI ഇങ്ങനെയല്ല കാണാൻ. എന്ത് ആ പറ്റിയേ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ആ, എന്ത് പറ്റി? റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ? അല്ല ഞാൻ പോസ്റ്റ്മാൻ മുമ്പ് യൂസ് ചെയ്ത് നോക്കിയിരുന്നു, അതുകൊണ്ട് അതല്ല UI കാണാൻ. ഞാനൊരു അതാ ഞാൻ ഇത് പറഞ്ഞത്, ഓരോ പോസ്റ്റ്മാനിലെ UI വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലാവാത്തത്. ഈ ആ നമ്മള് ഈ എക്ലിപ്സിലെ പ്രൊജക്റ്റും പാക്കേജും ക്രിയേറ്റ് ചെയ്യില്ലേ, സെയിം പോലെയാണ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് എത്ര വർക്ക് സ്പേസ് വേണമെങ്കിലും ഇതിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാം. ഒരു വർക്ക് സ്പേസിന്റെ അകത്ത് നമുക്ക് n നമ്പർ ഓഫ് കളക്ഷൻസ് കൊടുക്കാം. ഈ കളക്ഷന്റെ അകത്ത് നമ്മളിപ്പോ പറഞ്ഞ HTTP മെത്തേഡ്സ്, റെസ്റ്റില് 4 HTTP മെത്തേഡ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. ഇതിൽ കൂടുതലുണ്ട്, പക്ഷെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഈ മെത്തേഡ്സ് ആണ്. ഓക്കെ. അപ്പോ ഈ മെത്തേഡ്സ് കൊടുത്താലാണ് നമുക്ക് എന്ത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് കോൾ ചെയ്ത് തന്നെ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ റിക്വസ്റ്റ് പാസ് ചെയ്യുന്നത് ഈ ആഡ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തില്ലേ കളക്ഷൻ്റെ അകത്ത്, അതിൻ്റെ അകത്താണ് നമ്മൾ റിക്വസ്റ്റ് പാസ് ചെയ്യുന്നത്. ഇപ്പൊ ഗെറ്റ് റിക്വസ്റ്റ്, പോസ്റ്റ് റിക്വസ്റ്റ്, പുട്ട് റിക്വസ്റ്റ് എല്ലാം. എങ്ങനെയാണ് നമ്മൾ റിക്വസ്റ്റ് പാസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു URL പാസ് ചെയ്ത് കൊടുക്കും. ഈ റിക്വസ്റ്റിന്റെ കൂടെ ഒരു URL പാസ് ചെയ്ത് കൊടുക്കും. ഈ എന്തെങ്കിലും പേലോഡ് പാസ് ചെയ്യണമെങ്കിൽ അതും പാസ് ചെയ്ത് കൊടുക്കും. URL തന്നിട്ടില്ല. ഇപ്പോ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തു അല്ലേ, ഒബ്സ്ക്യൂറ എന്ന് പറഞ്ഞിട്ട്. അതെ ക്രിയേറ്റ് ഈ ചെയ്തു. 3 ഡോട്ട്സ് എടുത്ത് ഇവിടുത്തെ ആ ഈ പ്ലസ് കണ്ടോ? എടുത്തു. അവിടെ അല്ലടാ, ഇവിടെ ഈ ഈ ലെഫ്റ്റ് പ്ലസ് സൈഡില്. ആണോ? ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് കളക്ഷൻ ക്രിയേറ്റ് ചെയ്തേ ഒരെണ്ണം. ഇനി ആ കളക്ഷന് ഈ ന്യൂ കളക്ഷൻ മാറ്റിയിട്ട് ഒരു പേര് കൊടുത്തേ. പൊക്കത്ത് കൊടുത്താലും മതി. ഓക്കെ, അവിടെ കൊടുത്താലും മതി. ഇത് സേവ് ചെയ്യാറില്ല. ഇത് സേവ് ചെയ്യണ്ട. ഇനി ഒരു ആഡ് റിക്വസ്റ്റ് കൊടുത്തേ, ഇവിടെ താഴെ കാണുന്ന. ഓക്കെ. ഇത്ര ആയില്ലേ? ഇത്ര എല്ലാവരുടെയും ആയോ? നമ്മൾ ഫസ്റ്റ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യും, കണക്ഷനകത്ത് ഒരു റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യും അല്ലേ? ഓക്കെ. എല്ലാവരുടെയും ക്രിയേറ്റ് ആയോ? ശ്രുതി പോസ്റ്റ്മാൻ നമുക്ക് ഡൗൺലോഡ് റിക്വസ്റ്റ് പാസ് ചെയ്ത് ചെയ്തില്ല. കൊടുക്കാം. എന്ത് പറ്റി? ശ്രുതി പോസ്റ്റ്മാൻ ഡൗൺലോഡ് ചെയ്തില്ലാന്ന് തോന്നുന്നു. ഞാൻ ഫോണിൽ കൂടെയാണ് കാര്യം, ഞാൻ വീഡിയോ നോക്കി ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ഇനി ഞാൻ ഇതിനകത്ത് ഒരു ലിങ്ക് കൊടുക്കാം. ഇത് ആക്ച്വലി ഉള്ള ഒരു ആപ്ലിക്കേഷന്റെ URL ലിങ്ക് ആണ്. ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ URL ഗെറ്റും പുട്ടും പോസ്റ്റും ഡിലീറ്റ് ഒക്കെ ചെയ്ത് നോക്കാം ഫസ്റ്റ് റൗണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡമ്മി API ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ചാറ്റിൽ ഇടാം ഇതിന്റെ URL. അത് കൊടുക്കാം. ആദ്യം നമുക്ക് ഗെറ്റ് ചെയ്ത് നോക്കാം. ഈ തന്നേക്കുന്ന URI നമ്മളുടെ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാം.
അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരണോ എന്റെ പോസ്റ്റ്മാനിൽ എങ്ങനെയാ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യാന്ന്? എന്നിട്ട് ചെയ്ത് നോക്കിയാലും മതി. ആ എന്റെ പോസ്റ്റ്മാൻ ഒന്ന് ഓപ്പൺ ആവട്ടെ. ഓക്കെ. സ്ക്രീൻ കാണാമോ? മുർഷിദയാണ് തോന്നുന്നു സ്ക്രീൻ ഷെയറിംഗ് അല്ലേ? സ്റ്റോപ്പ് ചെയ്യണമായിരിക്കും. ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഉം. കണ്ടിന്യൂ ചെയ്തോ അതിന്റെ. ആ, അല്ല ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ? അതിനെ ഒന്ന് പ്രസന്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യാമോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ ഇവിടെ ആദ്യം ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ എനിക്ക് കുറെ വർക്ക് സ്പേസ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു പോസ്റ്റ്മാനിൽ എത്ര വർക്ക് സ്പേസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് എനിക്ക് ഓൾറെഡി കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഞാൻ പുതിയൊരു കളക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലസ് സിമ്പിൾ യൂസ് ചെയ്തു, കളക്ഷൻ കൊടുത്തു. കളക്ഷന് ഞാൻ നെയിം ചെയ്തു കളക്ഷൻ ഡെമോ. കളക്ഷൻ ഡെമോ വന്നു. ഇതിനകത്ത് ഞാനൊരു ആഡ് റിക്വസ്റ്റ് കൊടുത്തു. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന റിക്വസ്റ്റ് ഗെറ്റ് റിക്വസ്റ്റ് ആണ്. എന്നിട്ട് ഞാൻ ഇതിന്റെ അകത്ത് ഈ URL പാസ് ചെയ്യാണ്, fakestore.app.com cards എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ അകത്ത് ഞാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഡാറ്റ മൊത്തം എനിക്ക് കാണാൻ പറ്റും. ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ എന്തിനാണ്? നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കുക. ഈ ഡാറ്റ മൊത്തം എനിക്ക് റിട്രീവ് ചെയ്ത് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ. ഇനി എനിക്ക് ഏതെങ്കിലും സ്പെസിഫിക് ഡാറ്റ മാത്രം കിട്ടണം എന്നുണ്ടെങ്കിൽ URLന്റെ അവിടെ നമ്മൾ ഡാറ്റ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ സ്പെസിഫിക് ഡാറ്റ മാത്രം ഫെച്ച് ചെയ്ത് കിട്ടും. ഓക്കെ. ഇപ്പോ കാർട്ടിൽ ഈ ആ ഒരു സ്റ്റോർ ഗ്രോസറി ആപ്ലിക്കേഷനില് കാർട്ടിനുള്ളില് 1 എന്നുള്ള എന്ത് കിട്ടുന്നുണ്ട്? ഐഡിയ ആണോ അല്ല കണ്ടന്റ് ആണോ? ആ അതെ, ഇതിനകത്ത് ഈ HTTPS എന്ന് കിടക്കുന്നില്ലേ, അതിന് പ്രോട്ടോകോൾ എന്ന് പറയും. ഈ ഫേക്ക് സ്റ്റോർ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈൻ എന്ന് പറയും. ഇത് കഴിഞ്ഞിട്ടുള്ളതിന് പാത്ത് പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഈ പാത്ത് പാരാമീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫോൾഡറിൽ ഏത് ID ആണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തേക്കുവാണ്. അപ്പൊ നമ്മൾ \1 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ID ഒരു പ്രൈമറി കീ ആണ്. അപ്പോൾ ആ ഒരു കീ ഉള്ള ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ആ സ്പെസിഫിക് കീ ഉള്ള വാല്യൂ ഫെച്ച് ചെയ്ത് കിട്ടും. 2 കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ ഉണ്ടെങ്കിൽ അത് ഫെച്ച് ചെയ്ത് കിട്ടും. ഗെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ID വെച്ചിട്ട് മാത്രമേ ഇങ്ങനെ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സോർട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, ഗെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്പെസിഫിക് ഡാറ്റനെ എടുക്കണമെങ്കിൽ അതിന്റെ യൂണീക്ക് കീ കൊടുക്കണ്ടേ? അപ്പൊ ID മാത്രമേ യൂണിക് ആയിട്ട് ഇവിടെ വരുള്ളൂ. ഇപ്പൊ നമുക്കിപ്പോ ചിലതില് ഇത് നമ്മൾ പാത്ത് പാരാമീറ്റേഴ്സ് അറിയും. ഈ .com ഒക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ ഡൊമൈൻ ആണ്, ഡൊമൈനും പ്രോട്ടോകോളും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്ത് പാരാമീറ്റേഴ്സ് വരാം, ഈ cards\2 ഇങ്ങനെ വരാം. പാത്ത് പാരാമീറ്റർ അല്ലെങ്കിൽ ക്വറി പാരാമീറ്ററും വരാം. ക്വറി പാരാമീറ്റർ വരുന്ന ഒരു എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് തരാം. ചില URL നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവും. ഇതില് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ടുള്ള പാർട്ടിനെ നമ്മൾ ക്വറി പാരാമീറ്റർ എന്ന് പറയും. പാത്ത് പാരാമീറ്റേഴ്സും വരാം, ക്വറി പാരാമീറ്റേഴ്സും വരാം. ഒരു URL എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു URL വരുന്നത് ആദ്യം ബേസ് URL, പിന്നെ റിസോഴ്സ്,
പിന്നെ ക്വറി പാരാമീറ്റർ ഓർ പാത്ത് പാരാമീറ്റർ. ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി കൊടുക്കാം. ഈ ക്വറി പാരാമീറ്ററും അവസാനത്തെ പാത്ത് പാരാമീറ്ററും കൊടുക്കുന്നത് നമുക്ക് ഏത് സംഭവമാണോ സ്പെസിഫിക്കലി സോർട്ട് ചെയ്യേണ്ടത് അതിനകത്തോട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വറി പാരാമീറ്ററും പാത്ത് പാരാമീറ്ററും വരുന്നത്. ഓക്കെ ആണോ? ഇല്ല, അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? മനസ്സിലായില്ല. എന്തായിരുന്നു? റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? മനസ്സിലായില്ല. ഒന്നുമില്ല. ജസ്റ്റ് ഇപ്പൊ നമ്മളിവിടെ URL കണ്ടില്ലേ? ഇപ്പൊ ഓക്കെ. ഈ URLന്റെ പാർട്സ് ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇപ്പൊ ഞാനിവിടെ ഇത് ഇന്റേതുള്ളൂ, വേറെ എടുക്കാം, വേണ്ട. ഇത് കണ്ടോ? ഇതിനകത്ത് ഞാനിവിടെ പേസ്റ്റ് ചെയ്താൽ സാർ. ഇതിനകത്ത് ഈ HTTPS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രോട്ടോകോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് സേഫ് ആയിട്ട് ഇതിനെ കൊടുക്കുന്നുണ്ടോ? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് ഈ HTTPS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സാധനം കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ പാസ് ചെയ്യും. അപ്പൊ അതിന്റെ പ്രോട്ടോകോൾ. ഈ www.britannica.com എന്നൊക്കെ കൊടുക്കണ്ടാവില്ലേ, ഇത് ഇതിന്റെ ഡൊമൈൻ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ, ഒരു സയൻസ് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ അകത്ത് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ആണ് വേണ്ടത്. നമുക്ക് ആ കണ്ടന്റ് ഫെച്ച് ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പൊ ആ കണ്ടന്റിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഫുൾ അഡ്രസ്സിനെയാണ് URL എന്ന് പറയാം. ഇതിൽ ഇവിടെ സ്പെസിഫൈ ചെയ്തേക്കുന്ന പാത്ത് പാരാമീറ്റർ ആണ് കൊടുത്തേക്കുന്നത്. പാത്ത് പാരാമീറ്റർ. ഇനി ചില URL ക്വറി പാരാമീറ്ററും വരും. ചില URL ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടും വരും. ചിലതില് പാത്ത് പാരാമീറ്ററും ആയിരിക്കും വരുന്നത്. അത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മള് ഒരു URL പാസ് ചെയ്തിട്ടാണ് നമുക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഒരു URL പാസ് ചെയ്ത് നമ്മളൊരു റിക്വസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് റിക്വസ്റ്റ് കിട്ടുക, റെസ്പോൺസ് കിട്ടുക. ഇനിയിപ്പോ നമ്മൾ ഗെറ്റ് നോക്കി, ഇനി നമുക്ക് പോസ്റ്റും പുട്ടൊക്കെ നോക്കാം. ഇത് നമ്മൾ നേരത്തെ കൊടുത്ത ഫേക്ക് സ്റ്റോർ APIയുടെ തന്നെ URL. ഞാനിവിടെ ഗെറ്റ് കൊടുത്തു. എല്ലാ ഐഡിയും കിട്ടി. എന്നിട്ട് ഇവിടെ പേര് മാറ്റിയിട്ട് ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവും. പിന്നെ നമുക്ക് എത്ര പ്രാവശ്യം വേണേലും ഇത് റൺ ചെയ്യാം. ഇനി അടുത്തത് പോസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ പോസ്റ്റ് നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? ഒരു ഡാറ്റ അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പുതിയ ഡീറ്റെയിൽസ് അങ്ങോട്ട് സ്റ്റോർ ചെയ്യാനാണ് പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, പോസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബോഡി പാസ് ചെയ്ത് കൊടുക്കണം ഇതിന്റെ കൂടെ. അപ്പൊ നമുക്ക് ബോഡി പാസ് ചെയ്ത് കൊടുത്തേക്കുന്നത് JSON ഫോർമാറ്റിലാണ്. നമുക്ക് ഈ JSON എഴുതാൻ അറിയില്ല. അപ്പൊ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് തന്നേക്കുന്ന ഗെറ്റിലെ പോലെ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് പാസ് ചെയ്യാം. ഞാൻ ഈ ബോഡി വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് തരാം, ചാറ്റിലിടാം. അതെ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്തല്ലോ, അടുത്ത പോസ്റ്റ് ചെയ്യാൻ പോവാണല്ലോ. അപ്പൊ ഓരോന്നിനും ഓരോരോ റിക്വസ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ കളക്ഷന്റെ ഇവിടെ പ്ലസ് ഉണ്ടല്ലോ, പ്ലസ് കൊടുക്കുക. പ്ലസ് കൊടുക്കുമ്പോ പുതിയ റിക്വസ്റ്റ് ക്രിയേറ്റ് ആവും. കണ്ടോ? ഓരോ പ്രാവശ്യം ഞാൻ പ്ലസ് നിൽക്കുമ്പോൾ ഓരോരോ റിക്വസ്റ്റ് ജനറേറ്റ് ആവാണ്. ഇതിനകത്ത് ഗെറ്റ് മാറ്റിയിട്ട് പോസ്റ്റ് ആക്കി കൊടുക്കുക. ഈ URL കോപ്പി ചെയ്ത് കൊടുക്കുക. URL കോപ്പി ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം. ലൈക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡാറ്റ അല്ലേ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഡോക്സ്, പാരാംസ്, ഓതറൈസേഷൻ, ഹെഡേഴ്സ്, ബോഡി. ഇതിൽ ബോഡി എടുക്കുക. ബോഡിയിൽ റോ എടുക്കുക. ജെയ്സൺ ഫോർമാറ്റിലാണ് നമ്മൾ ഡാറ്റ കൊടുക്കുന്നത്. അതിൽ ജെയ്സൺ സെലക്ട് ചെയ്യുക. ഈ സംഭവം പേസ്റ്റ് ചെയ്യുക. ഇപ്പൊ എൻ്റെ കയ്യിൽ ഞാനിപ്പോ ഇവിടുന്ന് ഗെറ്റിന്ന് എടുത്ത ഒരു പോസ്റ്റിന്റെ ഡാറ്റ ഞാൻ പോസ്റ്റ് ചെയ്യാണ്. ID പാസ് ചെയ്യണ്ട. ബാക്കി ഇത്രയും കാര്യങ്ങൾ പാസ് ചെയ്താൽ മതി. കാരണം ID നമുക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുന്നതാണ്. അതുകൊണ്ട് ID പാസ് ചെയ്യണ്ട. ഐഡിയും യൂസർ ഐഡിയും വേറെ വേറെയാണ്. ഡേറ്റും ക്വാളിറ്റി ഒക്കെ കൊടുത്തിട്ട് സെൻഡ് കൊടുക്കാം. ഇപ്പൊ നമുക്കൊരു റെസ്പോൺസ് കിട്ടിയില്ലേ? ഇത് റിക്വസ്റ്റ് പേലോഡ്. ഈ വന്നേക്കുന്നത് റെസ്പോൺസ് പേലോഡ്. ഇത് കൊടുത്തേക്കുന്നത് നമ്മളുടെ റിക്വസ്റ്റ്. എന്ത് റിക്വസ്റ്റ് ആണെന്ന്. എങ്ങനെയാ റിക്വസ്റ്റ് കൊടുത്തേ? ആ ഒരു URL പാസ് ചെയ്തിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് അഡ്രസ് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ഇത് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് വന്നേക്കുന്ന ഈ റെസ്പോൺസ് ബോഡി ഉണ്ടല്ലോ, നമ്മൾ എന്താണ് വാലിഡേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്വാഗർ ഡോക്യുമെന്റിൽ ഉണ്ടാവും എന്തൊക്കെ കിട്ടണം, എന്താണ് റെസ്പോൺസ് കൊടുക്കേണ്ടത്, റിക്വസ്റ്റ് എന്താണ്, റെസ്പോൺസ് എന്താണ്, URL എന്താണെന്നൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് കോഡ് വരും, എത്ര മിനിറ്റിലാണ് വന്നേക്കുന്നതെന്ന് വരും, ഹെഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് ഉണ്ട്, കീസ് എന്ന് പറഞ്ഞിട്ട് ഫീൽഡ് ഉണ്ട്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വാലിഡേറ്റ് ചെയ്യും. വാലിഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ API ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇപ്പോ എന്താണ് റെസ്പോൺസ് പേലോഡ്, റിക്വസ്റ്റ് പേലോഡ് എന്താണ്, URL എന്തിനാണ് പാസ് ചെയ്യുന്നത്, റിക്വസ്റ്റുകൾ എന്താണെന്നൊക്കെ മനസ്സിലായോ? മനസ്സിലായി. ബട്ട് ഇതിന്റെ ഫോർമാറ്റ് എന്തെങ്കിലും ഉണ്ടോ? റിക്വസ്റ്റ് സെൻഡ് ചെയ്യേണ്ട ഫോർമാറ്റ് അല്ലെങ്കിൽ അത് ബോഡിയുടെ ആണോ? അതെ അതെ, ബോഡിയുടെ. ഇത് ആക്ച്വലി ഈ റെസ്പോൺസ് ബോഡിയും റിക്വസ്റ്റ് ബോഡിയും ഒക്കെ JSON ഫോർമാറ്റിലാണ് തന്നേക്കുന്നത്. ഈ JSON നമ്മളുടെ ജാവയൊക്കെ പോലെ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ജാവ സ്ക്രിപ്റ്റിന്റെ വേറൊരു കൈൻഡ് ഓഫ് ലാംഗ്വേജ് ആണ് JSON. ഒന്നുമില്ല, ഇത് കീ വാല്യൂ പേഴ്സ് ആയിട്ടാണ് നമ്മളുടെ ഇത് സെൻഡ് ചെയ്തേക്കുന്നത്. ഇപ്പൊ തൽക്കാലം നമുക്കിപ്പോ JSONന്റെ ബേസിക്സ് അറിയില്ലല്ലോ. നമ്മളുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഈ പുട്ടും പോസ്റ്റും ഡിലീറ്റും ഒക്കെ ഒന്ന് ഫെമിലിയറൈസ് ചെയ്യാം. ഡാറ്റ നമുക്ക് തന്നേക്കുന്ന ഗെറ്റിന്നുള്ള ഡാറ്റ നമ്മൾ എടുത്തിട്ട് അങ്ങ് ചെയ്താൽ മതി. JSONന്റെ ബേസിക്സ് നോക്കാൻ ഇനി നമുക്ക് സമയം ഉണ്ടാവോ ഒരു ദിവസം കൊണ്ടൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെ സമയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അല്ല, ഇപ്പൊ റിയൽ ടൈമിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ ഡാറ്റ എവിടുന്ന് കിട്ടും നമ്മൾക്ക്? ബോഡി ഡാറ്റ റിയൽ ടൈമിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഈ ബോഡി ഇല്ലേ, അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണോ? നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഇല്ല. നമുക്കിപ്പോ റിക്വസ്റ്റും റെസ്പോൺസും നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ ഇന്ന റിക്വസ്റ്റ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് തന്നേക്കുന്നത് ഇന്ന് ഡാറ്റ നമുക്ക് കോപ്പി ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് JSONന്റെ ബേസിക്സ് അറിയണം. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ചിലപ്പോൾ നമുക്ക് ഈ റിക്വസ്റ്റും പേലോഡ് ഒക്കെ ഓൾറെഡി തന്നിട്ടുണ്ടാവും. ഈ റിക്വസ്റ്റ് പേലോഡ് കൊടുക്കുമ്പോൾ എന്താണ് റെസ്പോൺസ്, ഇത് തന്നെയാണോ റിസീവ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വാലിഡേറ്റ് ചെയ്യാനുള്ളത്. അപ്പോ സ്വാഗർ ഡോക്യുമെന്റിൽ ഈ റിക്വസ്റ്റും തരുമെന്ന്, ഈ ബോഡിയും തരുമെന്നാണ് ഉദ്ദേശിച്ചത്? ബോഡി അങ്ങനെ തരില്ല. ബോഡി തരും, ലൈക്ക് അതിന്റെ സ്കീമ തരും. സ്കീമ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, ഇതിനകത്ത് യൂസർ ID ഉണ്ടാവും, അത് ഇന്റീരിയർ ആയിരിക്കും, ഡേറ്റ് ഉണ്ടാവും, അത് ഇന്ന ഫോർമാറ്റിലായിരിക്കും. അങ്ങനെ അതിന്റെ സ്കീമയായിരിക്കും ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കോഡ് എഴുതി കൊടുക്കേണ്ടിയും വരും. എനിക്ക് UI ഡിഫറെന്റ് ആയിട്ട് ഞാൻ ആ പോസ്റ്റ് ഫുള്ള് ചെയ്തില്ല. ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ശരി. ആക്ച്വലി ഇന്നിപ്പോ നിങ്ങൾ ഈ JSON റിക്വസ്റ്റ് ബോഡി എന്താ, റെസ്പോൺസ് ബോഡി എന്താ, URL ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യുക, സേവ് ചെയ്യുക, കളക്ഷൻ ബിൽഡ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ JSONന്റെ ബേസിക്സ് നമുക്ക് ഇന്നിപ്പോ ഡിസ്കസ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് നാളെ അല്ലെങ്കിൽ മൺഡേ ഉണ്ടാവും അറിയില്ല, ട്യൂസ്ഡേ ഉണ്ടാവും തോന്നുന്നു. മൺഡേ വേറെ എന്തെങ്കിലും ആയിരിക്കും. നോക്കാം. ഒന്ന് ഷെയർ ചെയ്തേ. ആരാ ചോദിച്ച ഡൗട്ട്?
ഹലോ. ആ നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ഇത് പാസ് ചെയ്തു. URL ഈ കൊടുത്തു. ബോഡി എടുത്തേ. ബോഡിയില് ഈ നൺ കണ്ടോ, റോ സെലക്ട് ചെയ്തേ. അതിനകത്ത് ഞാനിപ്പോ തന്നേക്കുന്ന സാധനം പേസ്റ്റ് ചെയ്തേ. ഇനി സെൻഡ് കൊടുത്തേ. ഇനി സേവ് കൊടുത്തേ. അത് ഇവിടെ 201 ക്രിയേറ്റ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത്. ഇനി സേവ് കൊടുത്തേ. സേവ് കൊടുത്തോ? മാറിയില്ലല്ലോ. ഈ പോസ്റ്റ് റിക്വസ്റ്റ് ഓക്കെ. ഇനി ഒരു റിക്വസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേ. ഇവിടെ പോസ്റ്റ് ആയില്ലല്ലേ, ഇവിടെ ഗെറ്റ് തന്നെ കിടക്കുന്നു. അതാണ് സേവ് ആകുമ്പോ അത് ചിലപ്പോ പോസ്റ്റ്മാൻ ഇതിലായിരിക്കും. കുറച്ചേരം കഴിയുമ്പോ ആയിക്കോളും. ഈ ഒരു റിക്വസ്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്തേ. ഗെറ്റ് റിക്വസ്റ്റ് തന്നെയാണല്ലോ വന്നേക്കുന്നത്. അല്ല, ഇവിടെ അത് ക്രിയേറ്റ് ചെയ്തപ്പോ ഇവിടെ ഒന്നും കാണിക്കുന്നില്ലല്ലോ. ഇവിടെ ക്രിയേറ്റ് ചെയ്തപ്പോ പുതിയൊരു പേജ്, ഇവിടെ വന്നപ്പോ ഒന്നും ബ്ലാങ്ക് ആണല്ലോ. ഈ ഫസ്റ്റ് APIയുടെ അവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തേ. ഫസ്റ്റ് API ടെസ്റ്റിംഗ് അല്ലടാ, ഈ ലെഫ്റ്റ് സൈഡിലെ ഇനി ആ പ്ലസ് ക്ലിക്ക് ചെയ്തേ. ആഡ് റിക്വസ്റ്റോ അല്ലെങ്കിൽ പ്ലസ്സോ ഒന്നും വരുന്നില്ലേ? ന്യൂ റിക്വസ്റ്റ് ഇവിടെ അത് വന്നു. പോസ്റ്റ്മാൻ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പോസ്റ്റ്മാൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ശരിയാവും. വല്ലതായിരിക്കും. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ഇനി ഇതുപോലെ പുട്ടും ഡിലീറ്റും കൊടുത്തു നോക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി മൺഡേ ക്ലാസ് ഉണ്ടാവില്ല. നമുക്ക് ഇനിയിപ്പോ ജെയ്സന്റെ ബേസിക്സ് പറയാനും വേറെ വാലിഡേഷൻ എന്തെങ്കിലും പറയാനും ഡമ്മി API ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് 5 മിനിറ്റിൽ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇനി ട്യൂസ്ഡേ ക്ലാസ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു ദിവസം കൂടെ ഉണ്ടാവും നമ്മുടെ APIയുടെ. അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റോ 10 മിനിറ്റ്സോ എക്സ്ട്രാ എടുക്കാം കേട്ടോ. ഇതിപ്പോ ജസ്റ്റ് ഞാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. റിക്വസ്റ്റ് പേലോഡ് എന്താ, റെസ്പോൺസ് പേലോഡ് എന്താ, URL എങ്ങനെയാ കൊടുക്കുക, ഗെറ്റും പുട്ടും പോസ്റ്റും എങ്ങനെയൊക്കെയാണ് കൊടുക്കുക, എങ്ങനെയാണ് ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുക, വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, ഇത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? പുട്ടും ഡിലീറ്റും നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ? പുട്ടും ഡിലീറ്റും ചെയ്യുന്നതില് പുട്ട് കൊടുക്കുന്ന സെയിം ഇതേപോലെ പുട്ട് സെലക്ട് ചെയ്യുക. നമ്മളുടെ ഏതാണോ പുട്ട് ചെയ്യേണ്ടത് ആ ID കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഗെറ്റിൽ കൊടുത്തില്ലേ, അതേപോലെ / ഇട്ടിട്ട് ID ഷെയർ ചെയ്യാം. അതിനെ ഷെയർ ചെയ്യാനാണോ? ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. അല്ല, എൻ്റെ വരുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ ഷെയർ ചെയ്യാം. പോസ്റ്റ്മാനില് ഞാൻ ഇവിടെ പുട്ട് കൊടുക്കാണ്. പുട്ട് കൊടുത്തിട്ട് ഞാൻ ID 11 കൊടുക്കാണ്. ID 11 ഉള്ളതാണ് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. 11 കൊടുത്തു. എന്നിട്ട് റോള് എഡിറ്റ് ചെയ്യേണ്ട ഡാറ്റ മൊത്തം കൊടുക്കും. ഇപ്പൊ ഒരു വാല്യൂ നമുക്ക് എഡിറ്റ് ചെയ്താൽ മതിയെങ്കിലും മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കണം. എന്നിട്ട് സെൻഡ് കൊടുക്കുക. അപ്പൊ 11ാമത്തേല് നമ്മൾ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് പോയിട്ട് ഫിൽ ആവും. ID 11 നമ്മൾ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് പ്രിന്റ് ആവും. പുട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫീൽഡ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നാലും എല്ലാ വാല്യൂസും നമ്മൾ ഒന്നും കൂടെ കൊടുക്കണം. ഇപ്പൊ മിഡിൽ നെയിം മാത്രം ചേഞ്ച് ചെയ്യണം എന്നുള്ളൂ. എന്നാലും ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും ഫോൺ നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ റിക്വസ്റ്റ് ബോഡിയിൽ പാസ് ചെയ്യണം. ഇനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇവിടെ ഡിലീറ്റ് കൊടുക്കുക. ഏതാണോ ഡിലീറ്റ് ചെയ്യേണ്ടതിന്റെ യുണീക്ക് ID അത് കൊടുക്കുക, ഡിലീറ്റ് കൊടുക്കുക. അപ്പൊ അത് വരും. അത്രേ ഉള്ളൂ. അപ്പൊ ഡിലീറ്റിന്റെ ഔട്ട്പുട്ട് എപ്പോഴും നള്ളായിരിക്കും. ഡിലീറ്റിന്റെ ഔട്ട്പുട്ട് ചിലപ്പോൾ നള്ളായിരിക്കും, ചിലപ്പോൾ ഡിലീറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് ബോഡി ഇപ്പൊ നമുക്ക് വന്നില്ലേ 11 യൂസർ ID, ചിലപ്പോൾ അത് കാണിക്കും, ചിലപ്പോൾ അൺഡിഫൈൻഡ് എന്ന് കാണിക്കും.
പിന്നെ നമുക്ക് ഗെറ്റിൽ ഈ 11 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. ഓക്കെ, ഓക്കെ പിന്നെ ജസ്റ്റ് ഇത് മാത്രം ചെയ്ത് നോക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു. ഓക്കെ താങ്ക് യു. താങ്ക് യു.